നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. കാലം ചെയ്ത ആർച്ച് ബിഷപ്പ് മാർ ജേക്കബ് തൂങ്കുഴിക്ക് വിട നൽകാനൊരുങ്ങി സാംസ്കാരിക നഗരി. നാളെ തൃശൂരിൽ പൊതുദർശനവും വിലാപയാത്രയും നടക്കും. തിങ്കളാഴ്ച കോഴിക്കോട് കോട്ടൂളിയിലെ ക്രിസ്തുദാസ സന്യാസി സമൂഹത്തിന്റെ ആസ്ഥാനത്ത് ഔദ്യോഗിക ബഹുമതികളോടെ ഖബറടക്കം നടക്കും. KSU പ്രവർത്തകരായ ഗണേഷ് ആറ്റൂർ, അൽ അമീൻ, അസല്ലാം എന്നിവരെ കൈവിലങ്ങും കറുത്ത മുഖമൂടിയും ധരിപ്പിച്ച് കോടതിയിൽ ഹാജരാക്കിയ സംഭവം ഡിവൈഎസ്പി റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥൻ അന്വേഷിക്കണമെന്ന DGP ഉത്തരവിട്ടു. യൂത്ത് കോൺഗ്രസ് തെക്കുംകര മണ്ഡലം പ്രസിഡന്റ് അനീഷ് കണ്ടമാട്ടിൽ സമർപ്പിച്ച പരാതിയിലാണ് നടപടി. മാള തൻകുളം മഹാദേവ ക്ഷേത്രത്തിൽ ഭണ്ഡാരം കുത്തിത്തുറന്ന മോഷണം. ക്ഷേത്രത്തിന്റെ മുൻപിലെ കൌണ്ടറും തകർത്തിട്ടുണ്ട്. ഇന്ന് രാവിലെ ക്ഷേത്രം ശാന്തി എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിഞ്ഞത്. മണ്ണമ്പേട്ടയിൽ പൂട്ടിയിട്ട വീടിന്റെ വാതിൽ പൊളിച്ച മോഷണ ശ്രമം. മണ്ണമ്പേട്ട പൂക്കോട് ഭഗവതിക്കാവ് റോഡിലെ ചക്കാലമറ്റത്ത് വളപ്പിൽ രതീഷിന്റെ വീട്ടിലാണ് മോഷണ ശ്രമം നടന്നത്. തൃശൂർ കിഴക്കേക്കോട്ട സെന്റ് ക്ലെയർ സ്കൂളിൽ മോഷണ ശ്രമം. ഓഫീസ് മുറിയുടെ വാതിലിന്റെ പൂട്ട് തകർത്താണ് മോഷ്ടാക്കൾ അകത്ത് കടന്നത്. കുന്നംകുളം കസ്റ്റഡി മർദ്ദനത്തിൽ ഉൾപ്പെട്ട പോലീസുകാരെ സർവീസിൽ നിന്ന് നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് നിയമസഭയിൽ സത്യാഗ്രഹം അനുഷ്ഠിക്കുന്ന MLA-മാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച കോൺഗ്രസ് മറ്റത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പേരാമ്പ്ര ചെറുകുന്ന് ആളൂർ റോഡിലെ വാക്കോട്ടായിപ്പാടത്തെ റോഡ് ഗതാഗത യോഗ്യമാക്കാത്തതിനെതിരെ ആം ആദ്മി പാർട്ടി കൊടകര പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. പ്രസിഡന്റ് പുഷ്പാകരൻ തോട്ടുംപാറ ധർണ ഉദ്ഘാടനം ചെയ്തു. SFIയെ മോഷണങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിന് ബക്കറ്റ് പിരിവുമായി യൂത്ത് കോൺഗ്രസ് ചേലക്കര നിയോജക മണ്ഡലം കമ്മിറ്റി. നിയോജക മണ്ഡലം പ്രസിഡന്റ് അഖിലാഷ് പാഞ്ഞാൽ ഉദ്ഘാടനം ചെയ്തു. പഴയന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നവീകരിച്ച ഗണിത ലാബിന്റെ ഉദ്ഘാടനം നടന്നു. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷ്റഫ് ഉദ്ഘാടനം നിർവഹിച്ചു. KPSTA സംഘടിപ്പിക്കുന്ന പൊതുവിദ്യാഭ്യാസ പരിവർത്തന സന്ദേശയാത്രയ്ക്ക് തിങ്കളാഴ്ച കൊടുങ്ങല്ലൂരിൽ സ്വീകരണം നൽകുമെന്ന് സംഘാടക സമിതി. സ്വീകരണ സമ്മേളനം ബെന്നി ബെഹനാൻ MP ഉദ്ഘാടനം ചെയ്യും. ചേലക്കര പഞ്ചായത്ത് തോണൂർക്കര തൊട്ടേക്കാട് റോഡ് പുനരുദ്ധാരണത്തിന് 3.5 കോടി രൂപ അനുവദിച്ചതായി UR പ്രദീപ് MLA. നവകേരള സദസ്സിന്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മുഖേന നടപ്പിലാക്കുന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് തുക അനുവദിച്ചത്. മായന്നൂർ VLP സ്കൂൾ കലോത്സവത്തിന്റെ ഉദ്ഘാടനം 1-ാം വാർഡ് അംഗം EK മനോജ് നിർവഹിച്ചു. PTA വൈസ് പ്രസിഡന്റ് PR ഷൺമുഖൻ അധ്യക്ഷനായിരുന്നു. LDF എടത്തുരുത്തി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വികസന കാൽനട ജാഥയ്ക്ക് തുടക്കമായി. ജാഥയുടെ ഉദ്ഘാടനം ചന്ദ്രാപ്പിനി സെന്ററിൽ CPI ജില്ലാ കൌൺസിൽ അംഗം KP സന്ദീപ് നിർവഹിച്ചു. തൃശൂർ ജില്ലാ വോളിബോൾ ടെക്നിക്കൽ കമ്മിറ്റിയും തൃപ്രയാർ TSGAയും സംയുക്തമായി ജില്ലാ മിനി വോളിബോൾ ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചു. തൃശൂർ ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് KR സാംബശിവൻ മുഖ്യാതിഥിയായിരുന്നു. ചാഴൂർ ശ്രീനാരായണ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റും തൃശൂർ IMAയും സംയുക്തമായി രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. ചാഴൂർ പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MK ഷൺമുഖൻ ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ കലോത്സവം നഗരസഭാ ചെയർപേഴ്സൺ ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ അധ്യക്ഷയായി. പട്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗം ഗണിത ലാബിന്റെ നവീകരണത്തിനായി 12,90,000 രൂപ അനുവദിച്ചു. നവീകരിച്ച ലാബിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം KV സജു നിർവഹിച്ചു. പുത്തൻകാട് മുത്താരങ്ങുന്ന് പാടത്ത് നടീൽ ഉത്സവം നടത്തി. പുത്തൂർ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നളിനി വിശ്വംഭരൻ ഉദ്ഘാടനം നിർവഹിച്ചു. തൃശൂർ കോർപ്പറേഷൻ വടൂക്കര ഡിവിഷനിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. മേയർ MK വർഗീസ് ഉദ്ഘാടനം ചെയ്തു. HMS നേതൃത്വത്തിലുള്ള സദേൺ റെയിൽവേ മസ്ദൂർ യൂണിയൻ ജില്ലാ കമ്മിറ്റി അവകാശ ദിനം ആചരിച്ചു. HMS ജില്ലാ ജനറൽ സെക്രട്ടറി KS ജോഷി ഉദ്ഘാടനം ചെയ്തു. വലപ്പാട് ഉപജില്ലാ വിദ്യാഭ്യാസ വികസന സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഭാ സംഗമം സംഘടിപ്പിച്ചു. പെരിഞ്ഞനം GUP സ്കൂളിൽ നടന്ന പ്രതിഭാ സംഗമം പഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു.
കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി കലുങ്ക് സൗഹൃദ വികസന സംവാദം മുല്ലശ്ശേരിയിൽ നടന്നു. ബിജെപി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്, വൈസ് പ്രസിഡന്റ് സുജയ് സേനൻ, മണലൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് കെ എസ് ധനീഷ്, പഞ്ചായത്ത് പ്രസിഡന്റ് സുനിൽ കുമാർ അപ്പു എന്നിവർ സംവാദത്തിന് നേതൃത്വം നൽകി. CBSE സ്കൂളുകളുടെ കൂട്ടായ്മയായ ജില്ലാ സഹോദയ കോംപ്ലക്സ് സംഘടിപ്പിക്കുന്ന യോഗാസന ചാമ്പ്യൻഷിപ്പ് തൃശൂരിൽ നടന്നു. തൃശൂർ ദേവമാത സ്കൂളിൽ നടന്ന ചാമ്പ്യൻഷിപ്പ് ഡോക്ടർ അഖില വിനോദ് ഉദ്ഘാടനം ചെയ്തു. മാതാ അമൃതാനന്ദമയിയുടെ ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി അമൃത ഇൻസ്റ്റിറ്റ്യൂഷനുകൾ സംയുക്തമായി ശുചീകരണ യജ്ഞം നടത്തി. സ്വരാജ് റൌണ്ടിൽ നടന്ന ശുചീകരണ പരിപാടിയിൽ അയ്യന്തോൾ അമൃത വിദ്യാലയത്തിലെ 100 വിദ്യാർത്ഥികളും അധ്യാപകരും പങ്കെടുത്തു. കലുങ്കു സംവാദ പരിപാടിയിലെ വിവാദങ്ങളിൽ വിശദീകരണവുമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. പരിപാടി വക്രീകരിക്കാൻ ചില ശ്രമങ്ങൾ നടക്കുന്നുവെന്ന് സുരേഷ് ഗോപി. നെല്ലായിയിലെ വ്യാപാര സ്ഥാപനത്തിൽ മോഷണം. വയലൂർ റോഡിലുള്ള മിനി മാർട്ട് എന്ന സ്ഥാപനത്തിലാണ് മോഷണം നടന്നത്. ഷട്ടറിന്റെ പൂട്ട് തകർത്ത് അകത്ത് കടന്ന മോഷ്ടാവ് അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 6000-ഓളം രൂപ കവർന്നു. ഒല്ലൂർ കമ്പനിപ്പടിക്ക് സ്വകാര്യ ബസ് സ്റ്റോപ്പിലേക്ക് ഇടിച്ചുകയറി 3 പേർക്ക് പരിക്കേറ്റു. പടവരാട് സ്വദേശികളായ സുജ, ശാന്ത, തിരുവിലാമല സ്വദേശി ഓമന എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃശൂർ കോർപ്പറേഷൻ വൈദ്യുതി വിഭാഗത്തിലെ തസ്തികകൾ വെട്ടിക്കുറച്ച ഉത്തരവ് താൽക്കാലികമായി നിർത്തിവെച്ചു. സെപ്റ്റംബർ 12-നായിരുന്നു വൈദ്യുതി വിഭാഗത്തിലെ തസ്തികകൾ 229-ൽ നിന്ന് 103 വെട്ടിക്കുറിച്ച തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഉത്തരവിറക്കിയത്. തൃശൂരിൽ 20 ഗ്രാം MDMA-യുമായി യുവാവ് പിടിയിൽ. ആലുവ സ്വദേശി റിച്ചുവാണ് പിടിയിലായത്. മലദ്വാരത്തിൽ ഒളിപ്പിച്ചാണ് ലഹരിമരുന്ന് കടത്താൻ ശ്രമിച്ചത്. തൃശൂർ ലിറ്റററി ഫോറത്തിന്റെയും ചേറൂർ സാഹിതി സാംസ്കാരിക കേന്ദ്രത്തിന്റെയും ആഭിമുഖ്യത്തിൽ നമ്മൾ നടന്ന വഴികൾ എന്ന പേരിൽ സമാധാന പരിപാടി സംഘടിപ്പിച്ചു. പരിപാടിയിൽ എഴുത്തുകാരൻ KC നാരായണനെ കൈനുരുളു അദ്ദേഹത്തിന്റെ വസതിയിലെത്തി ആദരിച്ചു. കടങ്ങോട് പഞ്ചായത്തിലെ 4-ാം വാർഡിലെ പൊതുസ്ഥലങ്ങളിൽ നടത്തിയ ഫലവൃക്ഷ തൈ വിളവെടുപ്പിന്റെ ഉദ്ഘാടനം വാർഡംഗം അഭിലാഷ് കടങ്ങോട് നിർവഹിച്ചു. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പൊതു ഇടങ്ങളിൽ തൈകൾ വെച്ചുപിടിപ്പിച്ചത്. മഹാകവി അക്കിത്തം സ്മാരക സാഹിത്യ കൂട്ടായ്മ ഏർപ്പെടുത്തിയ പ്രഥമ അക്കിത്ത പുരസ്കാരത്തിന് ഡോക്ടർ ദീപയുടെ നിഴൽ വീണ വഴിയിലെ ഗന്ധരാജ പുഷ്പങ്ങൾ എന്ന കവിതാ സമാഹാരം അർഹയായി. 10,001 രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്ന പുരസ്കാരം ഈ മാസം 27-ന് ഇരിങ്ങാലക്കുട നഗരസഭാ ടൗൺ ഹാളിൽ കവി മുരുകൻ കാട്ടാക്കട സമ്മാനിക്കും. കോട്ടോൾ ഷെയ്ഖ് വലിയുല്ലാഹി ഷംസുൽ ആരിഫിൻ ബീരാവുണ്ടി മുസ്ലിയാരുടെ 50-ാം ആണ്ട് നേർച്ചയുടെ ഭാഗമായി കുടുംബസമ്മേളനം നടത്തി. പ്രാർത്ഥനകൾക്ക് മഹൽ ഖത്തീബ് മുജീബ് റഹ്മാൻ യമാനി നേതൃത്വം നൽകി. കേന്ദ്ര ഗവൺമെന്റ് ഹോമിയോ മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷൻ 32-ാം സംസ്ഥാന സമ്മേളനം ഞായറാഴ്ച തൃശൂരിൽ നടക്കും. 700-ഓളം പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും. LDF അരിമ്പൂർ പഞ്ചായത്ത് വികസന മുന്നേറ്റ ജാഥ മുരളി പെരുന്നെല്ലി MLA ഉദ്ഘാടനം ചെയ്തു. ജാഥ വൈസ് ക്യാപ്റ്റൻ KK മുകുന്ദൻ അധ്യക്ഷത വഹിച്ചു. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.